ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദുല്ലൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുമല്ലേ? ഞങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ഞങ്ങളും സുഖമായിട്ടും സേഫായിട്ട് ഹാപ്പിയായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ഇന്ന് ശനിയാഴ്ചയാണ്. ഞാൻ രാവിലെ തന്നെ ഉറക്കം എണീച്ചിട്ടുണ്ട്. എൻ്റെ സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊന്നും ഞാൻ രാവിലെ ഉറക്കം എണീക്കില്ല. പക്ഷേ ഇന്ന് എന്താണെന്നോ ഞാൻ രാവിലെ ഉറക്കം എണീച്ചിട്ടുണ്ട്. പിന്നെ നേരെ തന്നെ കിച്ചണിലോട്ട് പോയി രാവിലത്തെ കാപ്പിയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇന്ന് പുട്ടും പഴമായിരുന്നു കാപ്പി. അതൊക്കെ മക്കൾക്കൊക്കെ വാരിക്കൊടുത്ത് ഞാനും കഴിച്ചിട്ട് നേരെ ക്ലീനിങ്ങിലോട്ട് പോയി. കാരണം എനിക്ക് എൻ്റെ വീട് വരെ പോകേണ്ട ഒരു ആവശ്യം ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ ഒതുക്കി പിന്നെ നേരെ കിച്ചണിലോട്ട് പോയി വീണ്ടും ഉച്ചയ്ക്കുള്ള ഫുഡും കൂടി ഉണ്ടാക്കി വെച്ചിട്ട് വേണം എനിക്ക് പോവാൻ. അപ്പം മക്കളെ കൊണ്ടുപോകുന്നില്ല, ഇക്കയില്ല, ഉമ്മ ഇവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ അവർ ഉമ്മാരെ കൂടെ നിന്നോളും. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതുപോലെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ ഉമ്മയുടെ വീട്. അപ്പോൾ പിന്നെ ഞാൻ എല്ലാം വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അതേ വീഡിയോസ് ഒന്നും എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല, കാരണം പെട്ടെന്ന് പോവേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഈ ഒരു ഒറ്റ വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ ഞാൻ മീൻകറിയൊക്കെ വെച്ചു, പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ നടന്നാണ് പോയത്. നമുക്ക് ഓട്ടോയിൽ പോവാം, പിന്നെ ഞാൻ വിചാരിച്ചു നടക്കാമെന്ന് വിചാരിച്ച് ഞാൻ നടന്നു പോയി. ഞാൻ പോകുന്ന വഴിയിൽ ഒരു കുട്ടി ബിരിയാണി വെച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഇളയതാണ്, ഒരു അനിയത്തി കുട്ടി. അപ്പം അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വാങ്ങാൻ തോന്നി. അങ്ങനെ ഞാൻ ഒരു ബിരിയാണി വാങ്ങി അപ്പം തന്നെ വീട്ടിൽ കൊണ്ടുവച്ച് ഞാനും ഉമ്മായും വാപ്പുമായിട്ട് കഴിച്ചു. പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ മക്കളെ കൊണ്ടുവന്നു. പിന്നെ ഞങ്ങളിതേ എൻ്റെ ഉമ്മായിക്ക് ഇവിടെ നിന്ന് വീട് മാറുന്നുണ്ട്. അപ്പം സാധനങ്ങളൊക്കെ ഒതുക്കാൻ വേണ്ടി ഒരു ഹെൽപ്പിനായിട്ട് വിളിച്ചതാണ്. അപ്പം ഞാൻ വന്ന് കുറച്ചൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാനും ഉമ്മായിട്ടൊക്കെ ചെയ്ത് ഒതുക്കിയൊക്കെ വെച്ചിട്ട് ഞാൻ പിന്നെ ചോറും കഴിച്ചിട്ട് ഒരു 4 മണിയാകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വീട്ടിൽ വന്ന് കുളിച്ചിട്ട് നേരെ മക്കളെ ട്യൂഷനൊക്കെ കൊണ്ടാക്കി. എൻ്റെ മോൾ ഇതുവരെയും ട്യൂഷന് പോയിട്ടില്ല. ഇന്ന് ഫസ്റ്റ് ഡേ ആണ് ട്യൂഷന് പോകുന്നത്. എന്തോ ട്യൂഷന് പോകണം ഭയങ്കര ഒരാഗ്രഹം. അപ്പം ഞാൻ വിചാരിച്ച് പോകുന്നെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ച് വിട്ടു. നഴ്സറി പോകാൻ ഭയങ്കര മടിയാണ്, പക്ഷേ ആൾക്ക് ട്യൂഷന് പോകണമെന്ന് പറഞ്ഞ് 2 ദിവസം കൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പോകുന്നേൽ പോട്ടെ, ഒരു ദിവസം പോകുമല്ലോ, അല്ലെങ്കിൽ പിന്നെ അങ്ങ് നിൽക്കുമല്ലോ കരച്ചിൽ. അങ്ങനെ അവളെയും മോനെയും കൊണ്ടാക്കി. എനിക്ക് ഉമ്മാക്കും ഒരു സ്ഥലം വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഞാനും ഇക്കയുടെ ഉമ്മയുടെ അങ്ങനെ പോയി. അപ്പോൾ ഞാൻ നേപ്പത്തിൻ്റെ മാവെടുത്ത് പുറത്ത് വെച്ചിട്ടാണ് പോയത്. 2-3 ദിവസം മുന്നേ ആട്ടിയ മാവാണ്. അപ്പോൾ ഞങ്ങൾ അന്ന് ഉണ്ടാക്കി കഴിച്ച് പിന്നെ മതിയായപ്പോൾ ഞാൻ കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഇനി കൊതി വരുമ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ പോകുന്നതിന് മുന്നേ തന്നെ മാവൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ തിരിച്ച് വന്നപ്പോൾ മാവിൻ്റെ തണുപ്പൊക്കെ മാറി നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് കുറച്ച് ശർക്കരയും കൂടി, മാവ് ഇച്ചിരി കട്ടിയായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് ശർക്കര പാനി കാച്ചിയതുണ്ടായിരുന്നു. അതും കൂടി ഇച്ചിരി വെള്ളം ചേർത്ത് ഒഴിച്ച് നന്നായിട്ട് ലൂസാക്കി കലക്കി ഞാൻ കോരി വീതി നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിരുന്നു. അന്നുണ്ടാക്കിയപ്പോൾ നല്ല സോഫ്റ്റ് തന്നെയായിരുന്നു. അത് ഉച്ചയ്ക്ക് ആട്ടിയിട്ട് ഞാൻ വൈകിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നു. പിന്നെ ഞാൻ കട്ടൻ ചായയൊക്കെ ഇട്ടു. മക്കളില്ലായിരുന്നു ഈ സമയത്ത്. മക്കൾ 4:30 പോയാലും ഒരു 7 മണിയൊക്കെ അടുപ്പിച്ചാകുമ്പോഴേ വിടുകയുള്ളൂ ട്യൂഷൻ ടീച്ചർ. അതുവരെ ഇരുത്തി പഠിപ്പിക്കും മോനെ. പിന്നെ ഇന്ന് മോളും കൂടി ഉള്ളതുകൊണ്ട് മിക്കവാറും നേരത്തെ വരും. പിന്നെ ഞാൻ നെയ്യപ്പമൊക്കെ ഉണ്ടാക്കി കട്ടൻ ചായയൊക്കെ ആയിട്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ മാമാരെ മക്കൾ വന്നു. പിന്നെ അവർക്കും കൊടുത്തു. ഞങ്ങൾ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കണത്. ആ നെയ്യപ്പത്തിൽ പിടിക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. നല്ല പരുവത്തിനാണ് മാവ് ആട്ടിയത്. ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു ദിവസം ആട്ടിയപ്പം നല്ല ക്ലിയറായിട്ട് വന്നു. പിന്നെ ഞാനങ്ങ് അതങ്ങ് ഉണ്ടാക്കും ഇടയ്ക്കിടയ്ക്കൊക്കെ. അപ്പോൾ ഉണ്ടാക്കുമ്പോഴെല്ലാം നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടാറുണ്ട്. പിന്നെ ദേവന്മാരൊക്കെ എന്നെ കളിയാക്കി ചിരിക്കുകയാണ്. ഇവരൊക്കെ മാമയുടെയൊക്കെ മക്കളാണ്. എന്നെ മൊത്തത്തിൽ കളിയാക്കി ചിരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നതും ഫുള്ള് എന്നെ കളിയാക്കലാണ്. പിന്നെ എന്നാലും ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാത്തതല്ല. മൈൻഡ് ചെയ്യും ചിലപ്പോൾ. ഞാൻ തിരിച്ചു ഞാൻ പറയാം അതിനിപ്പോൾ എന്താ എന്നൊക്കെ ചോദിക്കും. എങ്കിലും അവന്മാർ സപ്പോർട്ടുമാണ്. പിന്നെ ഞാൻ എൻ്റെ മോള് ഡാൻസിന് വേണ്ടി എടുത്ത് വെച്ചിരുന്ന മേക്കപ്പിൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ എടുത്തിട്ട് എന്നെ വന്ന് കാണിക്കുകയാണ്. രാത്രി പിന്നെ ഫുഡൊന്നും കഴിക്കാൻ തോന്നിയില്ല. മക്കൾക്ക് ഉണ്ടാക്കി കുറച്ച് മാഗി ഞാനും കഴിച്ച്. പിന്നെ എൻ്റെ ഈ ചാനൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.